കൊൽക്കത്തയിലെ ബലാത്സംഗ കൊലയിൽ സ്വമേധയാ എടുത്ത കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നു. ഡോക്ടർമാർ ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി പ്രതികാര നടപടി ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകി. മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കുമെന്നാണ് സൂചന. പ്രതിഷേധം ശക്തമായതോടെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ പുതിയ പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും നീക്കി പശ്ചിമബംഗാൾ സർക്കാർ ഉത്തരവിറക്കി. അഭയയ്ക്ക് നീതി ആവശ്യപ്പെട്ട് കൊൽക്കത്തയിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുകയാണ്. നമുക്ക് ആദ്യം സുപ്രീം കോടതിയിലെ പ്രൊസീഡിംഗ്സിലേക്ക് പോകാം. ശ്യാം ദേവരാജ് ലീഗൽ കറസ്പോണ്ടന്റ് തയ്യാറാണ്. ശ്യാം ദേവരാജ്, ഇന്ന് CBI തൽസ്ഥിതി റിപ്പോർട്ട് കൊടുക്കണം, ബംഗാൾ സർക്കാർ റിപ്പോർട്ട് കൊടുക്കണം എന്നാണ് കോടതി കഴിഞ്ഞ ദിവസത്തെ സിറ്റിംഗിൽ നിർദ്ദേശിച്ചത്. എന്താണ് കോടതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്? ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതിയിൽ CBI തൽസ്ഥിതി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പാണ് ഈ തൽസ്ഥിതി റിപ്പോർട്ട് നൽകിയത്. ഇതിന്മേൽ വാദം പുരോഗമിക്കുകയാണ്. അതിൽ രേഖകളാണ് ഇപ്പോൾ, അതായത് CBI നൽകിയ തൽസ്ഥിതി റിപ്പോർട്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിക്കുന്നത്. ഈ ഹർജി സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടത് കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിലെ ബലാത്സംഗ കൊലപാതകത്തിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധത്തിൽ ഉള്ള ഡോക്ടർമാർ ജോലിയിലേക്ക് മടങ്ങണം എന്നാണ് സുപ്രീം കോടതി ആവർത്തിച്ചത്. പ്രതിഷേധിച്ച ഡോക്ടർമാർക്കെതിരെ പ്രതികാര നടപടി ഒരു സർക്കാരും സ്വീകരിക്കരുത് എന്ന കാര്യവും കൂടി സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം രൂപീകരിച്ച ദേശീയ ടാസ്ക് ഫോഴ്സിൽ റെസിഡന്റ് ഡോക്ടർമാരുടെ പ്രതിനിധിയെയും ഉൾപ്പെടുത്തണമെന്ന് ഹർജിക്കാരിൽ ഒരു വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. റെസിഡന്റ് ഡോക്ടർമാരുടെ ആവശ്യങ്ങളും NTF ദേശീയ ടാസ്ക് ഫോഴ്സ് കേൾക്കും എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. മാത്രമല്ല എല്ലാ വിഭാഗം ആരോഗ്യ പ്രവർത്തകരെയും കേട്ട ശേഷമായിരിക്കും തീരുമാനമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഡിസ്ട്രസ് കോൾ സംവിധാനം ഏർപ്പെടുത്തണം, അതായത് ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ആശുപത്രിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ആക്രമണം ഉണ്ടായാൽ ഉടൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിളിക്കാൻ വേണ്ടി ഡിസ്ട്രസ് കോൾ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഹർജിക്കാരുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. 48 മണിക്കൂർ റെസിഡന്റ് ഡോക്ടർമാർ 48 മണിക്കൂർ വരെ തുടർച്ചയായി ജോലി ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇത് ക്ഷീണിതരാക്കുന്നു എന്ന കാര്യവും കൂടി ഹർജിക്കാർ പറഞ്ഞു. NTF അംഗങ്ങളും ഈ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ള ആളുകളാണ്, മുതിർന്ന ഡോക്ടർമാരാണുള്ളത്. അവർക്ക് ഇക്കാര്യം മനസ്സിലാകും. അതിനനുസരിച്ച് അവർ റിപ്പോർട്ട് തയ്യാറാക്കുമെന്നും കേന്ദ്ര സർക്കാരും വ്യക്തമാക്കി. ഈ സുപ്രീം കോടതിയിൽ തൽസ്ഥിതി റിപ്പോർട്ട് CBI നൽകിയിട്ടുണ്ട്. ബംഗാൾ സർക്കാരിനെ കുറ്റപ്പെടുത്തിയാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാടെടുക്കുന്നത്. മൃതദേഹം സംസ്കരിച്ചത് 11:45 ഇതിന് ശേഷമാണ് ആദ്യ FIR രജിസ്റ്റർ ചെയ്തതെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത്. ഓക്കെ, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ശ്യാം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് ആദിൽ പാലോഡിലേക്ക് കൂടി പോകാം. ആദിൽ പാലോട്, പശ്ചിമബംഗാൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കയ്യിൽ നിന്ന് പാളി എന്ന കപിൽ സിബലിനോട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിലുള്ള മുഖം രക്ഷിക്കൽ നടപടികൾ ഇപ്പോൾ എവിടെ വരെ എത്തി? എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരുടെയൊക്കെ സ്ഥാനം തെറിച്ചു ആദിൽ? ആദ്യം തന്നെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സമരപന്തലിൽ ജൂനിയർ ഡോക്ടർമാർ സമരം നടത്തുന്ന പന്തലിൽ സുപ്രീം കോടതി നടപടികൾ വീക്ഷിക്കുന്നത് നമുക്ക് കാണാം. വിദ്യാർത്ഥികൾ സുപ്രീം കോടതി നടപടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ് സുപ്രീം കോടതി നടപടികളിൽ ഉള്ളത്. പ്രത്യേകിച്ച് CBI റിപ്പോർട്ട് ഇന്ന് വരുന്നു. CBI റിപ്പോർട്ടിൽ എന്താകും ഉണ്ടാവുക എന്നതാണ്. തൽസ്ഥിതി റിപ്പോർട്ട് വരുമ്പോൾ എങ്ങനെയാകും ഈ കൂടുതൽ പ്രതികളിലേക്കുള്ള സൂചനകളുണ്ടോ എന്നതടക്കം വ്യക്തമാകേണ്ടതുണ്ട്. How do you see the court proceedings and we will comment when the proceedings end? ഈ കോടതി നടപടികൾ അവസാനിക്കുമ്പോൾ പ്രതികരിക്കാമെന്നതാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതികരണം. ഈ രൂപത്തിൽ പ്രതിഷേധം സജീവമാവുകയാണ്. വിദ്യാർത്ഥികൾ ഈ കോടതി നടപടികൾ കാണുന്നതിന്റെ ദൃശ്യങ്ങളാണ്, ഈ സമരപന്തലിലുള്ള ദൃശ്യങ്ങളാണ് തത്സമയം റിപ്പോർട്ടർ TVയിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സുജയ, ഈ വലിയ രൂപത്തിൽ അത് ബംഗാൾ സർക്കാരിന്, മമതാ സർക്കാരിന് തിരിച്ചടിയായി എന്നുള്ളതാണ്. രാഷ്ട്രീയമായും നിയമപരമായും വലിയ തിരിച്ചടി കോടതിയിൽ നിന്നുൾപ്പെടെ വരുന്ന സാഹചര്യത്തിലാണ് തിരുത്തൽ നടപടികളുമായി ബംഗാൾ സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ സന്ദീപ് ഘോഷിനെ ഈ ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രാജിവെച്ചതിനുടനെ മറ്റൊരു മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പളായി നിയമിച്ചിരുന്നു. ആ പ്രിൻസിപ്പൽ സ്ഥാനം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതി തന്നെ രംഗത്തെത്തി.